ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാസ്വരീന ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള തൊരുദത്ത് എഴുതിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയട്രിയാണ്. അപ്പോൾ ഈ പോയത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം തൊരുദത്ത് എന്ന് പറയുന്ന നമ്മുടെ ഓദറെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. തൊരുദത്ത് ആക്ച്വലി 1856 ജനിക്കുന്നത്. 1877 വരെയുള്ള വളരെ ഷോർട്ട് പീരീഡ് മാത്രമാണ് തൊരുദത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഒരുപാട് വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റൈറ്ററാണ് തൊരുദത്ത് എന്ന് പറയുന്നത്. ഇന്നും ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു പയനിയറായിട്ടാണ് തൊരുദത്തിന് എന്ത് ചെയ്യുന്നത് കണക്കാക്കപ്പെടുന്നത്. ബംഗാളി ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ആക്ച്വലി തൊരുദത്ത് ജനിക്കുന്നത് 1856. മാത്രമല്ല ഇന്ത്യൻ വുമൻ, ഷി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു റൈറ്റ് പോയട്രി ഇൻ യൂറോപ്യൻ ലാംഗ്വേജ്. യൂറോപ്യൻ ലാംഗ്വേജിൽ ആദ്യമായിട്ട് കൃതികൾ എഴുതുന്നത് തൊരുദത്താണ്. റൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പിന്നെ ഫ്രഞ്ച് അതുപോലെ തന്നെ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് ലാംഗ്വേജിലാണ് പ്രധാനമായിട്ട് അവരുടെ വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കൽക്കത്തയിലാണ് എഡ്യൂക്കേഷനൊക്കെ നടക്കുന്നത്. ഏർലി ഏജസ് കൽക്കത്തയിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു. ബംഗാളി ഫാമിലിയിലാണ്. അപ്പോൾ കൽക്കത്തയിലാണ് ഏർലി എഡ്യൂക്കേഷനൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവർ ഇംഗ്ലണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു, പിന്നെ ഫ്രാൻസിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ചിൽ ഒരുപാട് വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫ്രഞ്ച് റൊമാൻറ്റിസിസം ഇതിൽ വളരെ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു തൊരുദത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വർക്കുകളിലൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫ്ലുവൻസ് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 21 വയസ്സ് മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്, 21 ഏജസ് മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു അവർ കാസ്വരീന ട്രീ പോലെയുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 1876 എഴുതിയിട്ടുള്ള എ ഷീഫ് ഗ്ലീനഡ് ഇൻ ഫ്രഞ്ച് ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. ഇത് ആക്ച്വലി ഫ്രഞ്ച് പോയംസിൻ്റെ ഒരു കളക്ഷനാണ്. ഇത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. പിന്നീട് ആൻഷ്യൻ ബലാഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് 1882 അവരുടേതായിട്ട് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇവരുടെ മരണത്തിന് ശേഷം പോസ്റ്റ്മസിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഏറ്റവും മേജർ പോയം, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയം അവർ കാസ്വരീന ട്രീ എന്ന് പറയുന്ന ഈ ഒരു വർക്കാണ്. അപ്പോൾ നമുക്കിനി ലൈൻ ബൈ ലൈൻ അനാലിസിസിലേക്ക് പോകാം. പോയട്രിയുടെ ഇതിൽ കുറച്ചധികം ലൈൻസ് ഉണ്ട്, എന്നാലും നമുക്ക് ഓരോരോ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് പോയട്രിയുടെ ലൈൻസ് ആണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അടിയിൽ അതിൻ്റെ ഒരു അനാലിസിസ് അതുപോലെ തന്നെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ വേർഡ് മീനിങ്സ്, പ്രധാനമായിട്ടുള്ള വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫ്രഞ്ച് റൊമാൻറ്റിസത്തിൽ വളരെ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊരുവിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് ആ ഒരു അർത്ഥത്തിലുള്ള അത്തരം ഡീപ്പ് മീനിങ്സ് ഉള്ള ഒരു പിന്നെ സെൻറ്റൻസ് ഒരുപാട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാസ്വരീന അവരുടെ വീട്ടിലുള്ള സ്ത്രീയെക്കുറിച്ചാണ്, അതിൻ്റെ നൊസ്റ്റാൾജിക് ഫീലിംഗ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊരു സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് എ ഹ്യൂജ് പൈത്തൺ winding rounds and rounds the rugged trunk, indented deep with scars, up to its very summit near the stars a creeper climbs in whose embraces bound no other tree could live. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു ട്രീയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പോയട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതൊരു ഒരു പൈത്തണ പോലെ ഒരു പുറത്ത് തൻ്റെ വീടിൻ്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ നേരെ മുമ്പിൽ തന്നെ എന്ത് കാണുന്നുണ്ട്, ഒരു ട്രീ കാണുന്നുണ്ട്. ഇതാണ് കാസ്വരീന ട്രീ. അപ്പോൾ ഈ കാസ്വരീന ട്രീ എന്ന് പറയുന്നത് അവരുടെ ഗാർഡനിൽ നിൽക്കുന്ന ഒരു ട്രീ ആണ് അല്ലേ. ഇത് ആക്ച്വലി എന്താണ്, ഒരുപാട് കാലങ്ങളായിട്ട് വളരെ പഴക്കം ചെന്ന ഒരു ട്രീ ആണ്. ഈ ട്രീക്ക് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രീപ്പർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മറ്റുള്ള വൃക്ഷങ്ങളുടെ മുകളിൽ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് കയറി പോകുന്ന വള്ളികളുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ക്രീപ്പർ ഒരു ടൈപ്പ് ഓഫ് ട്രീ ഉണ്ട്. അപ്പോൾ ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് ക്രീപ്പർ എന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പുറത്ത് നിൽക്കുന്ന ഈ ഒരു കാസ്വരീന ട്രീൻ്റെ പുറത്ത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കവി തൊരുദത്തിന് അതിനെക്കുറിച്ച് ഇങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാസ്വരീന ട്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അത് റഗ്ഗഡ് ട്രങ്ക് ഇൻറ്റൻഡഡ് ഡീപ്പ് വിത്ത് സ്കാർസ്. ഒരുപാട് കാലങ്ങളായി നിന്നുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് മാർക്കുകൾ അതിന് മേൽ വന്നിട്ടുണ്ട്. പലരും കുത്തിവരച്ച മാർക്കുകളാവാം, അതല്ലെങ്കിൽ ഒരുപാട് കട്ട്സ് ആൻഡ് നോട്ട്സസ് വന്നിട്ടുണ്ട്. എത്ര വർഷങ്ങളായി നിൽക്കുന്നതല്ലേ. അപ്പോൾ ഒരുപാട് എന്താണ്, അതിൻ്റെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ സ്റ്റെം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് സ്കാസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. പൈത്തൺ പോലെയാണ് ഈ ക്രീപ്പർ കയറിക്കൊണ്ടിരിക്കുന്നത്. പൈത്തൺ എന്ന് പറഞ്ഞാൽ ഒരു സ്നേക്ക് ആണ് അല്ലേ. അപ്പോൾ ഇത് ചുറ്റി വളഞ്ഞ് ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറുന്നത് പോലെയാണ് നമ്മുടെ കാസ്വരീന ട്രീൻ്റെ മുകളിൽ ഈ ഒരു ക്രീപ്പർ കയറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് അതിനെ ശക്തമായിട്ട് എംബ്രേസ് ചെയ്തുകൊണ്ടാണ് കയറുന്നത് അല്ലേ, എംബ്രേസ്. അപ്പോൾ ആ ഒരു ക്രീപ്പർ കയറുന്നതിന് എങ്ങനെയാണ് ഇവിടെ ഇതാക്കിയിട്ടുള്ളത്, വൂസ് എംബ്രേസ് ബൗണ്ട് നോ അതർ ട്രീ കുഡ് ലിവ് but gallantly the giant wears the scarf and flowers are hung in the crimson clusters all the boughs among. അപ്പോൾ ഏതൊരു മരത്തിൻ്റെ മുകളിലും ഇതുപോലത്തെ ഒരു പൈത്തൺ, ഒരു ക്രീപ്പർ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ള മരങ്ങളൊക്കെ വിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ക്രീപ്പർ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള എംബ്രേസ് നടത്തുമ്പോഴും നമ്മുടെ കാസ്വരീന ട്രീ എന്താണ്, അത് അത്രയും സ്ട്രോങ് ആയിട്ട് ഗാലൻ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അത് ഇവിടെ നിലനിൽക്കുന്ന വിഷയമാണ്. അത് എന്ത് ചെയ്യുന്നില്ല, നിലം പൊത്തി വെക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു പിന്നെ കാസ്വരീന ട്രീനെ അവർ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്, ക്രീപ്പർ. ഈ ക്രീപ്പർ അതിന് മുകളിൽ കയറുമ്പോഴും അതെന്താണ്, ഒരു സ്കാർഫ് പോലെയാണ് അതിനെ ധരിച്ചിട്ടുള്ളത്.
അതായത് ഒരു ബ്യൂട്ടി ആയിട്ട് എടുക്കുകയാണ് അല്ലേ, ഗാലൻ്റ്ലി ഒരു ബ്യൂട്ടി ആയിട്ട് എടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരുപാട് ക്രിംസൺ ക്ലസ്റ്റേഴ്സ് വിരിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രീപ്പർ ചുറ്റി മുകളിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തലയിൽ ഒരു സ്കാർഫൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പോയറ്റ് അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. മാത്രമല്ല ഇവിടെ റെഡ് ക്രിംസൺ ഫ്ലവേഴ്സ് എന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരുപാട് ബേർഡുകളെയും ബീസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് ഒരു ഫ്ലവേഴ്സാണ് ഇത് വിരിഞ്ഞിട്ടുള്ളത്. അതാണ് നെക്സ്റ്റ് ലൈനിലും പറയുന്നത് അല്ലേ, ഓൾ ഡേ ഗാദേർഡ് ബേർഡ് ആൻഡ് ബീ അല്ലേ, ഒരുപാട് ബേർഡ്സും ബീസൊക്കെ നമ്മുടെ ഈ കസൂരിന ട്രീൻ്റെ മുകളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട്. മാത്രമല്ല രാത്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഗാർഡനിൽ ഒരുപാട് തിരക്കുകൾ കാണാൻ പറ്റും. അതായത് ഭയങ്കര സ്വീറ്റ് സോങ് ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്വീറ്റ് സോങ് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയുന്നില്ല, പക്ഷേ സ്വീറ്റ് സോങ് ഗാർഡനിൽ ഒന്നായിട്ട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇളകി നടക്കുന്നുണ്ട്. മാത്രമല്ല ഇത് എപ്പോഴാണ് പാടപ്പെടുന്നത്, ഡാർക്ലിങ്ങിലാണ്. ഡാർക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ദ ഡാർക്ക്നെസ് അല്ലേ, രാത്രിയിൽ ആണ് ഈ ഒരു പാട്ട് പാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗാർഡനിലേക്ക് നോക്കുമ്പോൾ അവിടെ കസൂരിന ട്രീ നിൽക്കുന്നുണ്ട്. ഈ ട്രീയുടെ ചുറ്റുവട്ടത്തായിട്ട് എന്തുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊരു ക്രീപ്പർ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുകളിൽ പിന്നെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്കാർഫ് പോലെയാണ് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, വ്യക്തമാക്കുന്നത്. മാത്രമല്ല രാത്രിയിൽ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഈ പാട്ട് ശരിക്കും എന്താണ്, വൈൽ മൈൻ റിപ്പോസ് അല്ലേ, ആളുകൾ വിശ്രമിച്ച് ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു പാട്ട് ഇങ്ങനെ എന്ത് ചെയ്തത് ഓടിക്കൊണ്ടിരിക്കുന്നത് പുറത്ത്. അപ്പോൾ ഇവിടെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള മെറ്റാഫറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ക്രീപ്പറിനെ ഒരു പൈത്തനെ പോലെ പറയുന്നു. അതുപോലെ തന്നെ കസൂരിന ട്രീ എന്താണ്, ഭയങ്കര സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസിൻ്റെ ഒരു രൂപമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു വൃക്ഷമായിട്ടൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മാത്രമല്ല ഈ നൈറ്റ് സോങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. രാത്രിയിലുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എറ്റേണൽ ബ്യൂട്ടി ആൻഡ് പീസിനെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രാത്രിയിൽ നമ്മൾ ആളറിയാതെ ഒരു സോങ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ചാൻസിലേക്ക് വരുമ്പോൾ എന്താ, വെൻ ഫസ്റ്റ് മൈ casement is wide open, thrown at down, my eyes delighted on it rest അല്ലേ. അടുത്ത് പറയാൻ പോകുന്നത് എന്താ, പോയിട്ട് തൻ്റെ ജനൽ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ പുറത്തെന്താണ്, ഇത്ര വലിയ സുന്ദരമായിട്ടുള്ള കസൂരിന ട്രീനെ ഇങ്ങനെ പുറത്ത് കാണുക അല്ലേ. കേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിൻഡോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് നൊസ്റ്റാൾജിക് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പോയിട്ട് എന്താണ്, തൻ്റെ വീട്ടിലെ ബംഗാളിലുള്ള വീട്ടിലുള്ള ഈ ഒരു പുറത്തുണ്ടായിരുന്ന ട്രീയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാസ്മെൻറ്റ് ഇങ്ങനെ തുറന്നിടുമ്പോൾ വൈഡ് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താ, ജനൽ തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താ, എൻ്റെ മുമ്പിലായിട്ട് ഈ ഒരു കസൂരിന ട്രീ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു അറ്റ് ഡൗൺ ഒരു മോർണിംഗ് സമയത്താണ് എന്താണ്, എൻ്റെ കണ്ണുകൾ തുറന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിന് മുകളിൽ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. സംടൈംസ് അല്ലേ, ആൻഡ് മോസ്റ്റ് ഇൻ വിൻ്റർ സമയത്ത് തണുപ്പ് കാലത്തൊക്കെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ക്രസ്റ്റിൽ ഒരു ബബൂൺ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബബൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരങ്ങൻ്റെ പോലെയുള്ള ഒരു ലങ്കൂർസിനെ പോലെയുള്ള ഒരു മൃഗമാണ് ബബൂൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വലിയ ബബൂൺ വന്നിട്ട് എന്താണ്, അവിടെ സ്റ്റാച്ചു പോലെ വന്നിരിക്കുകയാണ്. ഗ്രേ കളറിലുള്ള ബബൂണാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ കുട്ടികളുണ്ട് അല്ലേ. ഇവിടെ യൂസ് ചെയ്യുന്ന എന്താ, പ്യൂണി ഓഫ് സ്പ്രിങ്സ് അല്ലേ, ലീപ്പ് അബൌട്ട് ആൻഡ് പ്ലേ. അപ്പോൾ ബബൂൺ സ്റ്റാച്ചു പോലെ അവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം അതിന് ചെറിയ ചെറിയ കുട്ടികൾ എന്താണ്, ഈ മരത്തിൻ്റെ ചെറിയ ബോസിൽ അതിൻ്റെ വൃക്ഷത്തിൻ്റെ ചെറിയ ബോസിലൊക്കെ ഇരുന്ന്, ബോസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ചെറിയ സ്റ്റെംസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു പോകുന്ന കൈകളിലൊക്കെ എന്ത് ചെയ്യാണ്, അവിടെ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഒരു കോഗിലാസിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട് അല്ലേ. കോഗിലാസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ കുക്കു ബേഡ്സ് ആണ്. കുക്കു ബേഡ്സിൻ്റെ ഒരു പാട്ട് ദൂരെ നിന്ന് നമുക്കിങ്ങനെ കേൾക്കുന്നുണ്ട്. അതോടുകൂടിയാണ് മോർണിംഗ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ആവുന്നത് അല്ലേ, ഹെയിൽ ദ ഡേ. ആൻഡ് പിന്നെ വേറെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ, സ്ലീപ്പി കൗസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പ്രഭാതത്തിൽ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ എന്താണ്, പാസ്റ്റേഴ്സിൽ അതായത് പാടങ്ങളിൽ അല്ലേ, നെൽപ്പാടങ്ങളിൽ സ്ലീപ്പി കൗസ് എന്താണ്, അവർ മേയാൻ വേണ്ടി പോകുന്നുണ്ട്. അതേസമയം ഈ ട്രീ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു പോണ്ട് ഉണ്ട്. തൊട്ടടുത്ത് എന്തുണ്ട്, ഒരു പോണ്ട്, നിയർ ബൈ ഒരു പോണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ വലിയ വൃക്ഷത്തിൻ്റെ നിഴൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ കൊടുത്തുള്ളത് നോക്കൂ. ആൻഡ് ഇൻ ദ ഷാഡോ on broad tank cast by the hoar tree, so beautiful and vast, the water lilies spring like snow enmassed അല്ലേ. അപ്പോൾ ഈ വൃക്ഷത്തിന് തൊട്ടടുത്തുള്ള ഒരു പോണ്ടിൽ ഇതിനെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇത് കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. അതിന് നിഴൽ അവിടെ ഇങ്ങനെ പതിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്, കാസ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതേസമയം ഈ ചെറിയ പോണ്ടിൽ എന്തുണ്ട്, ഒരുപാട് ചെറിയ വാട്ടർ ലില്ലീസ് ഉണ്ട്. വാട്ടർ ലില്ലീസ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ അവിടെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ പോയിട്ട് എന്താണ്, ലൈക്ക് ദ സ്നോ എമാസ്ഡ്. അത് കണ്ടാൽ എന്താ, വിൻ്ററിൽ ഇവിടെ മഞ്ഞ് വീണ് കിടക്കുകയാണ് എന്നുള്ളതാണ് പോയിട്ടിന് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്, കവിക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലില്ലീസ് കാണുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കടന്നു വരികയാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രധാനമായിട്ടും ഒരു പീസ്ഫുൾ റൂറൽ മോർണിംഗ് അല്ലേ, പ്രത്യേകിച്ച് വിൻ്ററിലുണ്ടാവുന്ന തണുപ്പത്തുണ്ടാവുന്ന ഒരു റൂറൽ മോർണിംഗിലെ പ്രഭാതത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ട്രീ എന്താണ്, ഒരു
സെൻറ്റർ ഓഫ് ലൈഫായിട്ട് കൊണ്ടുവരികയാണ്. കാരണം ഒരുപാട് വൃക്ഷങ്ങൾ, ബബൂണ്, അതിൻ്റെ കുട്ടികൾ, പിന്നെ കുക്കു, അതുപോലെ തന്നെ ഒരുപാട് പിന്നെ മൃഗങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല നാച്ചർ എന്നുള്ളത് ഭയങ്കര ഹാർമണി അല്ലേ, ഒരുപാട് അനിമൽസും ബേർഡ്സും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വീണ്ടും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പാരഗ്രാഫിൽ വരുന്നത് എന്താ, ബട്ട് നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മാഗ്നിഫിസൻസ് ഡിയർ ഈസ് ദ കാസുരിയാന ടു മൈ സോൾ അല്ലേ. അപ്പോൾ പോയിട്ട് വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഇത് ഇത്ര വലിയൊരു മാഗ്നിഫിഷ്യൻ്റ് ട്രീ ആയതുകൊണ്ടൊന്നുമല്ല ഞാൻ ഇതിനെ ഇത്രയും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എന്താണ്, വേറെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഇനി പോയിട്ട് പറയാൻ ശ്രമിക്കുന്നത് അല്ലേ. എന്താണ്, മാഗ്നിഫിഷ്യൻസ് കൊണ്ട് മാത്രമല്ല കസൂരിയാന എൻ്റെ സോളിനോട് ഇത്ര കണക്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ അതെന്താണ്, ഒരുപാട് അതിൻ്റെ താഴെ ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ദോ ഇയേഴ്സ് മേ റോൾ ഓ സ്വീറ്റ് കമ്പാനിയൻസ് അല്ലേ, ഇവിടെ വിളിക്കുന്നുണ്ട് സ്വീറ്റ് കമ്പാനിയൻസ് എന്ന് പറഞ്ഞിട്ട് ലവ്ഡ് വിത്ത് ലവ് ഇൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വിളിക്കുന്നത് അറിയാം തൻ്റെ കസിൻസ് ചെയ്യാനാണ് അല്ലേ. തൻ്റെ കസിൻസ് അവർ മരിച്ചു പോയിട്ടുണ്ട്. ആ കസിൻസ് ഇപ്പോൾ നിലവിൽ അവർ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ആ മുമ്പ് മറിഞ്ഞു പോയ കസിൻസിൻ്റെ ഓർമ്മയിലാണ് എന്ത് ചെയ്യുന്നത്, അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് തൊരുദത്തിൻ്റെ കൂടെ അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യുന്നത്, പോയിറ്റിൻ്റെ കൂടെ ഈ വൃക്ഷത്തിൻ്റെ താഴെ അവർ കളിച്ചിട്ടുണ്ട്, ഒരുപാട് കളികൾ നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കളികളൊക്കെ എന്ത് ചെയ്യാണ്, പോയിറ്റിന് ഇപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കസേറിന ട്രീനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പറഞ്ഞാൽ എന്താ, ഫോർ യുവർ സേക്ക് ഷോൾ ദ ട്രീ ബി എവർ ഡിയർ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓർമ്മകൾ കാരണമായിട്ട്, നിങ്ങൾ കാരണമായിട്ട് ഈ ട്രീ, കസേറിന ട്രീ എപ്പോഴും എൻ്റെ എന്താവട്ടെ, ഡിയറായി മാറട്ടെ എന്നാണ് അവിടെ പോയിട്ട് പറയുന്നത്. പിന്നെ മാത്രമല്ല വീണ്ടും പറയുന്നത് എന്താ, ഒരുപാട് മെമ്മറി അല്ലേ, അവർക്ക് മെമ്മറി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മെമ്മറിയിൽ എന്താണ്, ഈ മെമ്മറി ഒരുപാട് ഈ ഒരു ഇമേജസ് അല്ലേ, തൻ്റെ കസിൻസ് ഒത്തുള്ള ഇമേജസ് എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ തറച്ച് തന്നെ നിൽക്കും. പക്ഷേ എപ്പോൾ വരെ, ടിൽ ദ ഹോട്ട് ടിയേഴ്സ് ബ്ലൈൻഡ് മൈൻഡ് ഐസ് എന്നാണ് പറയുന്നത് അല്ലേ. ഈ കസൂരിന ട്രീയെ കാണാൻ പറ്റാത്തിടത്തോളം എൻ്റെ കണ്ണുകൾ അന്ധമാവുന്നത് വരെ ആ മെമ്മറിയിൽ എന്താവും, ഈ ഒരു പിന്നെ ഓർമ്മകൾ, തങ്ങളുടെ ആ ഇമേജസ്, ചൈൽഡ്ഹുഡ് ഇമേജസ് എൻ്റെ മനസ്സിലുണ്ടാവുമെന്നാണ് പോയിട്ട് പറയുന്നത്. മാത്രമല്ല നെക്സ്റ്റ് ഒരു സൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഇമോഷണലി എന്താണ് പോയിട്ട് ഈ ഒരു ഇതിനെ ട്രീയെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് അല്ലേ. ചൈൽഡ്ഹുഡ്, അവരുടെ ലൗഡ് വൺസിനോടൊപ്പം അവർ ചിലവഴിച്ച ചൈൽഡ്ഹുഡ് അവരുടെ ഓർമ്മയിലേക്ക് വരികയാണ്. മാത്രമല്ല ഒരുപാട് ടിയേഴ്സ് അല്ലേ, അവരുടെ കണ്ണ് നിറയുന്നുണ്ട് ഇത് ഓർക്കുമ്പോൾ. പിന്നെ ഒരു സൗണ്ടിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താ, ഡിർജ് ലൈക്ക് മർമർ എന്നാണ് അല്ലേ, ഡിർജ് ലൈക്ക് മർമർ. അപ്പോൾ എന്താണ് അത്തരമൊരു സൗണ്ട് ഈ വൃക്ഷത്തിൽ നിന്ന് വരുന്നത് എന്താണ്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇതെന്താണ് ശരിക്ക് ഒരു ലൈക്ക് ദ സീ ബ്രേക്കിംഗ് ഇൻ ടു എ ഷിംഗിൾ ബീച്ച് എന്നാണ് പറയുന്നത് അല്ലേ. ഷിംഗിൾ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് പെബിൾസ് ഉള്ള ബീച്ചിനാണ് ഷിംഗിൾ ബീച്ച് എന്ന് പറയുക. അപ്പോൾ ആ കല്ലുകളുള്ള ബീച്ചിലേക്ക് വെള്ളം വന്ന് അടിക്കുന്നത് പോലെയുള്ള ഒരു സൗണ്ട്, ഒരു മർമറാണ് ആക്ച്വലി, ഒരു ഉച്ചാരണമാണ് ശരിക്കും ചെയ്യുന്നത് പിന്നെ പോയിറ്റിന് കേൾക്കാൻ കഴിയുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നത്, കാസോലിന ട്രീൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ട്രീ എന്ത് ചെയ്യാണ്, ലാമെൻറ്റ് ചെയ്യാണ് അല്ലേ. ഇവരുടെ മരണത്തിൽ ട്രീ ദുഃഖിതയായിക്കൊണ്ട് ട്രീ ലാമെൻറ്റ് ചെയ്യാണ്. ട്രീ ഇങ്ങനെ എന്താണ്, അവർ വേദനിച്ച് കൊണ്ടൊരു ശബ്ദം പുറപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ആൻഡ് ഈരി സ്പീച്ച്, ഇത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സൗണ്ടാണ് പോയിറ്റിൻ്റെ ഈ ഒരു ട്രീൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. മാത്രമല്ല ദാറ്റ് ഹാപ്പിലി ടു ദ അൺനോൺ ലാൻഡ് മേ റീച്ച്. ഇത് ഒരു പക്ഷേ പെർഹാപ്സ് എന്ത് ചെയ്തേക്കാം, ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് എന്ത് ചെയ്തേക്കാം, ഒരുപാട് അൺനോൺ ലാൻഡുകളിലേക്ക് ചിലപ്പം ഈ ഒരു ശബ്ദം എത്തിയേക്കാം എന്നുകൂടി പോയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെമ്മറി പതിയെ എന്താണ്, ഈ ഡെഡ് സിബ്ലിങ്ങിനെ കുറിച്ചുള്ള, അതായത് അരു ആൻഡ് അബ്ജു എന്നാണ് ആ സിബ്ലിങ്സിൻ്റെ പേര്, അവരുടെ കൂടെപ്പിറപ്പുകളായിട്ടുള്ള അവരുടെ പേര്, അവർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നീട് ഒരു പേഴ്സണൽ മെലഞ്ചോലിക് ടോണിലേക്ക് ഇവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡിർജിലേക്ക് മർമറാണ് ഉദ്ദേശിക്കുന്നത് എന്താ, പോയിറ്റിൻ്റെ അത്രയും വലിയ ഗ്രീഫ്, ദുഃഖത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താ, ഈ കവി ഒരിക്കലും ഈ ട്രീയെക്കുറിച്ച് അവരുടെ ഓർമ്മകൾ നശിക്കുകയില്ല അല്ലേ. അപ്പോൾ ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞു, ആ സൗണ്ട് എവിടെയൊക്കെ എത്തുന്നുണ്ട്, ഒരുപാട് ദൂരങ്ങളിലേക്ക് അത് സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. യെറ്റ് അൺനോൺ യെറ്റ് വെൽ നോൺ, ആ സ്ഥലങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് എന്താ, അറിയപ്പെടാത്ത സ്ഥലങ്ങളായിരിക്കാം പക്ഷേ അറിയുന്ന സ്ഥലങ്ങളായിരിക്കാം. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് പോയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആക്ച്വലി ഒരു സ്പിരിച്വൽ സിമ്പിളിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താ, ഒരു പക്ഷേ അവരുടെ ഫെയ്ത്തിൻ്റെ കാഴ്ചകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കസിൻസ് പോയിട്ടുള്ള ഇയർ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ അവർ പറയുന്നത്. മാത്രമല്ല അതല്ലെങ്കിൽ അവർ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഇവർ ഇംഗ്ലണ്ടിലും ഫ്രഞ്ചിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കാണാത്ത സ്ഥലങ്ങളെക്കുറിച്ച് ആയിരിക്കും ഇവർ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ശബ്ദം എത്തുന്നുണ്ട് അല്ലേ. മാത്രമല്ല ഐ ഹാവ് ഹിയർഡ് ദാറ്റ് വൈൽ ഫാർ അവേ ഇൻ ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് ബൈ മൈ ഷെൽട്ടേഡ് ബേ. അപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലൊക്കെ അവിടെയൊക്കെ താമസിക്കുന്ന സമയത്ത് ആ ഒരു വൈൽ അല്ലേ, ഈ മരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വേദനയുടെ ശബ്ദം ഞാൻ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ വരെ കേട്ടിട്ടുണ്ട്.
ഞാനൊരു പക്ഷേ ഷെൽട്ടേഡ് ബേയിലായിരിക്കും അല്ലേ, നല്ല സേഫായിട്ടുള്ള ഷെൽട്ടേഡ് ബേ എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റുവട്ടമൊക്കെ കെട്ടിപ്പടുത്തിട്ടുള്ള അങ്ങനത്തെ നല്ല സേഫായിട്ടുള്ള സ്ഥലത്തായിരിക്കാം. അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കുന്ന സമയത്തും ഞാൻ ഈ വെയിൽ കേട്ടിട്ടുണ്ട് അല്ലേ. ചിലപ്പം സ്ലംബേർഡ് ഇൻ ഹിസ് കേവ് ആൻഡ് വാട്ടർ റാത്ത്, ഞാൻ ഒരു പക്ഷേ ചിലപ്പോൾ കേവിൽ അങ്ങനെയുള്ള ഉറങ്ങുന്ന ആ സ്ഥലങ്ങളിൽ വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പക്ഷേ എനിക്ക് ആ ശബ്ദങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താ, ഒരുപാട് ഒരു ഫ്രാൻസിലോ ഇറ്റലിയിലോ അതല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ എവിടെയാവട്ടെ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ഓഫ് ദ ട്രീ, അതിൻ്റെ ഡിർജ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കൂടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എത്ര ഫാർ ഫ്രം ഹോം ആവട്ടെ, വീട്ടിൽ നിന്ന് എത്ര ദൂരത്താവട്ടെ, അപ്പോഴൊക്കെ ഈ ഒരു ശബ്ദം അവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് പോയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ ട്രീ എന്നുള്ളത് ബിക്കം എ സിമ്പിൾ ഓഫ് ഇന്ത്യ. ഒരു പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയുടെ അവരുടെ ചൈൽഡ്ഹുഡ് ചിലവഴിച്ച ഇന്ത്യയുടെ ഒരു സിമ്പിളായിട്ട് മാറുന്നുണ്ട് ഇവിടെ. എന്നിട്ട് അതൊരു സ്പിരിച്വൽ ഫോമിലേക്ക് മാറിയിട്ട് അവരുടെ മൈൻഡിനനുസരിച്ച് അത് എന്താവുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അല്ലേ അത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹോം സിക്നെസ് അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഈ സൗണ്ട് കേൾക്കുമ്പോൾ, ആ ഓർമ്മകൾ കടന്നു വരികയാണ്. മാത്രമല്ല പിന്നീട് വീണ്ടും പറഞ്ഞാൽ എന്താ, ഈ സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്ലംബേർഡ് കേവ്സിലാവാം അതല്ലെങ്കിൽ ഷെൽട്ടേഡ് ബേയിലാവാം, ആൻഡ് ദ വേവ്സ് ജെന്റലി കിസ്ഡ് ദ ക്ലാസിക് ഷോർ ഓഫ് ഫ്രാൻസ് ഓർ ഇറ്റലി അല്ലേ, ഫ്രാൻസിൻ്റെയോ അതല്ലെങ്കിൽ ഇറ്റലിയുടെയോ പിന്നെ ക്ലാസിക് ഷോറുകളില്ലേ, അതിൻ്റെ കടൽ തീരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം സ്ഥലങ്ങളിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഫ്രാൻസ് ഇറ്റലി പോലെയുള്ള കോസ്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ വള്ളം വന്ന് തട്ടുന്ന അല്ലെങ്കിൽ ആ ജെന്റിൽ സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ആ കസേരിന ട്രീയുടെ ആ ഒരു ഡിർച്ച് ലൈക്ക് സൗണ്ടാണ് എന്ന് പോയിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ഈ വീണ്ടും അവസാനത്തിൽ പറഞ്ഞത് എന്താ, എർത്ത് ലേ ട്രാൻസിറ്റ് ഇൻ ഡ്രീംലെസ് സോൺ. ഒരു പക്ഷേ ഭൂമി അത് ഭയങ്കര മയക്കത്തിൽ അകപ്പെട്ട് പോകുന്ന സമയത്ത് അല്ലേ, ലേ ട്രാൻസിറ്റ് അല്ലേ ഇൻ ദ ഡ്രീംലെസ് സോൺ, ഒരു സ്വപ്നമില്ലാത്ത ഒരു ഡ്രീംലെസ് സ്റ്റേറ്റിൽ ഫെയിൻഡായിട്ട് മയക്കപ്പെട്ട് കിടക്കുമ്പോൾ, ആൻഡ് എവറി ടൈം ദ മ്യൂസിക് റോസ്, അപ്പോഴൊക്കെ ആ ഒരു ശബ്ദം എന്താണ് ഇങ്ങനെ ഉയർന്ന് കേൾക്കാം, ആ ഒരു മ്യൂസിക് ഇങ്ങനെ ഉയർന്ന് കേൾക്കാം. മ്യൂസിക് എന്തിനാണ്, എൻ്റെ ഈ മരത്തിൻ്റെ ശബ്ദമാണ്. ബിഫോർ മൈ ഇന്നർ വിഷൻ റോസ് എ ഫോം ഓഫ് സബ്ലൈം, അത് കേൾക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എൻ്റെ ഇന്നർ വിഷനിൽ അല്ലേ, ഇപ്പോൾ ഇവിടെ ജോഗ്രഫികൾക്ക് അപ്പുറത്തുള്ള ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് പോയിട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ നമ്മളെ. അപ്പോൾ എൻ്റെ ഇന്നർ വിഷനിൽ എനിക്ക് എപ്പോഴും സബ്ലൈമായിട്ട് ഒരു സംഭവം രൂപമായിട്ട് വരുന്നുണ്ട്. അതെന്താ, ദൈ ഫോം ഓർ ട്രീ ആസ് ഇൻ മൈ ഹാപ്പി പ്രൈം ഐ സോ ദി ഇൻ മൈ ഓൺ ലൗഡ് നാറ്റീവ് ക്ലൈം അല്ലേ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് എന്താ, എനിക്ക് എൻ്റെ ഒരു ഹാപ്പി പ്രൈമിനെ അപ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഐ സോ ദി, എനിക്ക് എൻ്റെ സിബ്ലിങ്സുമായി മൊത്തം ഞാൻ കളിച്ചിരുന്ന ആ ഒരു കസൂരിന ട്രീയെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ കൺമുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, ജോഗ്രഫികൾക്ക് അപ്പുറത്ത് എത്ര അപ്പുറത്താവട്ടെ ഈ ടോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആൻഡ് ഡ്രീം ലൈക്ക് ആയിട്ട് അവർ കൊണ്ടുവരികയാണ് അല്ലേ. ശരിക്കും അവരുടെ മെമ്മറി അതുപോലെ തന്നെ ഇമാജിനേഷൻസ് ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് അവരോട് പറയുന്നത്. അപ്പോൾ എത്ര ദൂരെയാവട്ടെ ഈ ഒരു ശബ്ദം ഈ ഒരു സൗണ്ട് എന്നിലേക്ക് എത്തുന്നുണ്ട്, അതെൻ്റെ ഉള്ളിൽ ഒരു പുതിയ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സബ്ലൈം രൂപപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടവരെ അവരുടെ അടുത്ത് ചിലവഴിച്ച ആ ഒരു പ്രൈം ടൈം, ഹാപ്പി പ്രൈം, എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് എന്തുണ്ട് എൻ്റെ ഓർമ്മയിൽ അപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവസാനത്തെ സ്റ്റാൻസിൽ പറയുന്നത് എന്താ, ദെയർഫോർ ഐ ഫൈൻ വുഡ് കോൺസെക്രേറ്റ് എ ലേ unto thy honor tree beloved of those who know in blessed sleep for a repose. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഐ എം ഗ്ലാഡ്ലി, ഫൈൻ എന്ന് പറഞ്ഞാൽ ഐ എം ഗ്ലാഡ്ലി വുഡ് കോൺസെക്രേറ്റ് അല്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ. ഈ ഒരു ലൈൻസ് ഞാൻ എഴുതുന്ന ഈ ഒരു ലൈൻസ് ഞാൻ എന്ത് ചെയ്യാണ്, ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരു പേർപ്പസിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേഷൻ ചെയ്യുന്നത് അല്ലേ, എൻ്റെ ബ്ലെസ്ഡ് വൺസ് അവർ നിത്യശാന്തിയിൽ അവർ ഉറക്കത്തിലാണ്. ഫോർ എ റിപ്പോസ് അല്ലേ, റിപ്പോസ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കാലം അവിടെ ഫോർ അവർ അവരെന്ത് ചെയ്യാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ എൻ്റെ ഈ ഒരു ഷോർട്ട് പോയം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇതിവിടെ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാത്രമല്ല അവർ അത്രയും ഡിയറായിരുന്നു എനിക്ക് അല്ലേ, എൻ്റെ ഡിയറർ ദാൻ ലൈഫ് ടു മീ, എൻ്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിച്ചിരുന്ന എനിക്ക് പ്രിയപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ അവർ അലാസ് വെറുതെ അവരില്ല അല്ലേ, അവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല മൈസ് ദോ ബി നമ്പേർഡ് വെൻ മൈ ഡേയ്സ് ആർ ഡൺ, ഇനി അതുപോലെ തന്നെ എൻ്റെ ഡേയ്സ് ഒരു പക്ഷേ എണ്ണിക്കഴിയുമ്പോൾ അത് എൻ്റെ അവസാന സമയം എത്തിക്കഴിയുമ്പോൾ ഞാനും ഒരു പക്ഷേ എന്താവും അവരുടെ കൂട്ടത്തിൽ നമ്പർ ചെയ്യപ്പെടും അല്ലേ, അങ്ങനെ കഴിഞ്ഞു പോകും എൻ്റെ കാലം അല്ലേ, അങ്ങനെ ആയേക്കാം. മാത്രമല്ല വിത്ത് ഡെത്ത്ലെസ് ട്രീസ് ലൈക്ക് ദോസ് ഇൻ ബോറോഡെയിൽ. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് എൻ്റെ ഈ ഒരു സിബ്ലിങ്സ് ആയ പോലെ ബോറോഡെയിലിനെ പോലെയുള്ള ഡെത്ത്ലെസ് ട്രീസിനെ ഇവിടെ കൊണ്ടുവരുന്നതാണ് അല്ലേ പോയറ്റ്. ബോറോഡെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ റൊമാൻറ്റിക് പോയറ്റ്സ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ട്രീ ആണ് ആക്ച്വലി, ഒരു വാലി ഓഫ് ട്രീസാണ് ആക്ച്വലി ബോറോഡെയിൽ എന്നുള്ളത്. ഇത് ഇംഗ്ലണ്ടിലുള്ള ഒരു ട്രീ ആണ്. പ്രധാനമായിട്ടും ലേക്ക് പോയറ്റ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയറ്റ്സ്, വില്യം വേർഡ്സ്വർത്തിനെ പോലെയുള്ള കവികൾ അവരുടെ കവിതകളിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവരെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും ബോറോഡെയിൽ എന്നുള്ളത്. അപ്പോൾ അതിനിവിടെ പോയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസൂരിന ട്രീ എന്താണ്, ബോറോഡെയിലിനെ പോലെ ഡെത്ത്ലെസ് ആയിട്ടുള്ള അല്ലെ, മരണമില്ലാത്ത അന്തമില്ലാത്ത മരങ്ങളെ പോലെ ആയി മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടർ വൂസ് ഓഫുൾ ബ്രാഞ്ചസ് ലിങ്കേഡ് പെയിൽ
അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴ്വരയിൽ ഇതിൻ്റെയൊക്കെ താഴെയായിട്ട് ബ്രാഞ്ചസുകളിലായിട്ട് എന്തൊക്കെയുണ്ട്, ഭയങ്കര പെയിലായിട്ടുള്ള ഫിയറും ട്രംബ്ലിങ് ഹോപ്പും അതുപോലെ മരണവും ഡെത്തും സ്കെൽട്ടണും ടൈം ആൻഡ് ഷാഡോ അല്ലെങ്കിൽ ടൈം ദ ഷാഡോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആൻഡ് ദൗ വീക്ക് ദ വേർഡ്സ്, എൻ്റെ ഈ ഒരു പോയട്രി ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള ഈ ഒരു കവിത ഒരു പക്ഷേ ഇത് അത്രയും വീക്കാണെന്നുണ്ടെങ്കിലും അല്ലേ, വീക്ക് ദ വേർഡ്സ് that would thy beauty fine, oh fine rehearse may love defense thee from oblivion curse. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഈ ഒരു വേർഡ്സ്, എൻ്റെ പോയട്രി ഇത് ആക്ച്വലി എന്താവട്ടെ, ഇതൊരു പക്ഷേ ഒരു ശ്രമമാവട്ടെ അവർ ഓർത്തു വെക്കാനുള്ള, പക്ഷേ ഇത് വീക്കാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, എൻ്റെ ഈ ഒരു പോയട്രി കാരണമായിട്ടല്ലെങ്കിലും മേ ലവ് ഡിഫെൻസ് ദി ഫ്രം ഒബ്ലീവിയൻ കേഴ്സ് അല്ലേ, സ്നേഹം അവരെന്ത് ചെയ്യും, ഒബ്ലീവിയൻ കേഴ്സിൽ നിന്ന് അവർ വിസ്മൃതിയിൽ ആണ്ടുപോകുന്നതിൽ നിന്ന് അവരെ രക്ഷിച്ചേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് പോയിട്ട് ഇവിടെ ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് നോക്കൂ, ഇത് ആക്ച്വലി ഇവരുടെ ഒരു കവിതയുടെ ഡെഡിക്കേഷനെ കുറിച്ചാണ് അവസാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ബൊറോഡയിൽ പോലെയുള്ള ഇംഗ്ലണ്ടിലെ പോയിറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവസാനത്തിൽ അവർ ഹോപ്പ് ചെയ്യുന്നത് എന്താ, ഷീ ഹോപ്സ് ലവ് വിൽ പ്രൊട്ടക്ട് ദ ട്രീ ഫ്രം ബീങ് ഫോർഗോട്ടൺ അല്ലേ. ഈ എൻ്റെ ലൈൻസ് ഒരു പക്ഷേ വീക്കാവട്ടെ, പക്ഷേ എൻ്റെ സ്നേഹം പ്രണയം അതെന്താവാം, ഈ ഒരു ട്രീയെ മറന്നു പോകുന്നതിൽ നിന്ന് രക്ഷിച്ചേക്കാം. അപ്പോൾ ഈ ട്രീയെ കുറിച്ച് ഓർത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സിബ്ലിങ്സിനെ കുറിച്ചും എന്ത് ചെയ്യും, എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും എന്നാണ് പോയിട്ട് പറയുന്നത്. മാത്രമല്ല ഇത് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതിൻ്റെ പോയറ്റിക് ഓഫറിംഗ് എന്നുള്ളത് അത്രയും ഇൻറ്റൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തിൽ അല്ലേ. എപ്പോഴും 4 hour ആയിട്ട് ട്രീയെ പ്രിസർവ് ചെയ്യും എന്നുള്ള ഒരു ഇതിലേക്കാണ് അവർ എത്തുന്നത്. പിന്നെ വേർഡ്സ്വർത്തിൻ്റെ ബൊറോഡയിൽ പോലെയുള്ള സംഭവം ഇവിടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ അവസാനത്തിൽ തീം ഈസ് നൗ ജസ്റ്റ് പേഴ്സണൽ അല്ലേ, അത് വെറും പേഴ്സണൽ മാത്രമല്ല, പക്ഷേ ഒരു യൂണിവേഴ്സൽ ആൻഡ് എറ്റേണൽ ആയിട്ടുള്ള ഒരു തീമായിട്ട് അവസാനത്തിലേക്ക് മാറുന്നതായി കാണാൻ പറ്റും. വെറും ഈ ഒരു ബംഗാളിലുള്ള ഒരു കസൂരിന ട്രീ എന്ന് മാത്രമല്ല, ബൊറോഡയിൽ പോലെയുള്ള ട്രീസിനൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതോട് കൂടി വെറും പേഴ്സണലായിട്ടുള്ള ഒരു സോറോ അല്ല, പക്ഷേ അത് യൂണിവേഴ്സൽ ആൻഡ് എറ്റേണൽ സോറോ ആണ് എന്നുള്ള രീതിയിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട തീമുകൾ നമ്മൾ കവിതയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നാച്ചുർ ആൻഡ് മെമ്മറി തന്നെ അല്ലേ. കസൂരിന ട്രീ എന്നുള്ള ഒരു വൃക്ഷം കൊണ്ടുവന്നുകൊണ്ട് നാച്ചുറിനെ കുറിച്ച് സംസാരിക്കുന്നു, മെമ്മറി അവരുടെ പഴയ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ മാത്രമല്ല ചൈൽഡ്ഹുഡ് ആൻഡ് ലോസ് അല്ലേ, ചെറുപ്രായത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട പിന്നെ അർജു പോലെയുള്ള പിന്നെ അവരുടെ സിബ്ലിങ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ഇമോർട്ടാലിറ്റി ദോ ആർട്ട് അല്ലേ, എത്ര ആർട്ട്ഫുൾ ആയിട്ടാണ് ഓരോരോ കാര്യങ്ങളും അവർ വിശദീകരിച്ചിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ ഈ ട്രീയെക്കുറിച്ച് പറയുന്നതോട് കൂടി അവരെ ഇമ്മോർട്ടലാക്കുകയാണ്. ട്രീയും ഇമ്മോർട്ടലാവുന്നതോട് കൂടി അവരുടെ ആ ഓർമ്മകളും ആ ചെറുപ്പകാലവും ചൈൽഡ്ഹുഡൊക്കെ ഇമ്മോർട്ടലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല എക്സൈൽ ആൻഡ് ഹോം സിക്നസ്, അവർ ഇംഗ്ലണ്ട് ഇറ്റലി പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അവർ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ വീണ്ടും ഈ ഒരു ഹോം സിക്നസ് അവരെ പിടികൂടുകയാണ് അല്ലേ. ബംഗാളിലെ ആ ഒരു ഓർമ്മകൾ അവരെ പിടികൂടുന്നുണ്ട്. മാത്രമല്ല ഒരു സ്പിരിച്വൽ കണക്ഷൻ വിത്ത് നാച്ചർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവസാനത്തെ ലൈൻസിലേക്ക് എത്തുമ്പോൾ ആ ഫൈത്തൊക്കെ വരുന്ന സമയത്തിലെ ആ ലൈൻസിലൊക്കെ അവരെന്താണ് അൺനോൺ ആയിട്ടുള്ള വേൾഡുകളെ കുറിച്ചും മാത്രമല്ല അതിൻ്റെ സ്പിരിച്വൽ കണക്ഷനെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മരത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ചൊക്കെ പറയുന്ന ലൈൻസിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തീമുകൾ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.